പ്രിയപ്പെട്ടവരെ നമസ്കാരം, അരുൺകുമാറാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെല്ലഞ്ചി പാലത്തിന് സമീപം സൈഡ് വാൾ വർക്ക് നടന്നിരുന്ന സ്ഥലത്താണ്. എന്തായാലും പണി ഇത്രത്തോളം ആയിട്ടുണ്ട്. സൈഡ് വാൾ വർക്കിന്റെ പണി അവസാനിച്ചിരിക്കുകയാണ്. ഇതാണിപ്പോൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ. വളരെ അപകടം നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. എന്തായാലും അതിനൊരു പരിഹാരമായിട്ടുണ്ട്. ഇതാണ് നിലവിലെ സ്ഥിതി. 5 ആഴ്ചകൾക്ക് മുമ്പാണ് പണി ആരംഭിച്ചത്. വളരെ വേഗത്തിൽ തന്നെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. വളരെ അപകടം നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. ഇതാണ് ഇവിടെ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ. നല്ല ഏരിയ ആയിട്ടുണ്ട്. അതിനുള്ള ഒരു ഉദാഹരണമാണ്, നമുക്കറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉദാഹരണമാണ്. നമ്മൾ ഈ ട്രാൻസ്പോർട്ട് ബസ് വരുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും എത്രത്തോളം സമയം അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നും നേരത്തെ എത്രയാണ് ഉണ്ടായിരുന്നതെന്നും നമുക്ക് ഈ ബസ് പോകുന്നതിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇതിനു മുമ്പ് പണി തുടങ്ങുന്നതിന് മുമ്പിട്ടിട്ടുള്ള വീഡിയോയും ഞാൻ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഈ സൈഡ് വാൾ വർക്ക് കഴിഞ്ഞ് കുറച്ച് സ്ഥലം വളരെ അപകടകരമായിട്ട് ഇനിയുമുണ്ട്. ഉടനെ തന്നെ അതിന്റെ വർക്കും നടക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും നിൽക്കുന്നത്. ഇതാണ് ആ സ്ഥലം. ഇനി നമുക്ക് ഇതിന് മുമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയും കൂടെ കാണാം. പ്രിയപ്പെട്ടവരെ നമസ്കാരം, അരുൺകുമാറാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെല്ലഞ്ചി പാലത്തിന്റെ മുകളിലാണ്. അതായത് പരപ്പിലോട്ട് പോകുന്ന സ്ഥലത്താണ്. എന്താണ് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുവഴി ധാരാളം വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്നുണ്ട്. ചരക്ക് വാഹനങ്ങളും വലിയ ബസ്സുകളും അങ്ങനെയുള്ള ഒരുപാട് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്. അതായത് റോഡിൽ പോസ്റ്റ് നിന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥലത്ത് നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ ഭാഗത്തായിട്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ സൈഡ് വാളൊന്നും അന്നില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ സൈഡ് വാള് കെട്ടി, ഈ ഭാഗത്ത് സൈഡ് വാള് കെട്ടി പൊക്കുകയാണ്. ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ഇടിക്കും. അപ്പോൾ വലിയ വാഹനങ്ങൾ പോവില്ല. അത്രയും ഭാഗം പൊക്കി കോൺക്രീറ്റ് ചെയ്ത് ഈ ഭാഗത്തെ ഒരു നല്ല ഏരിയ ആക്കി മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ വർക്കുകൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് ഇതുവഴി ഈ വർക്ക് തീരുന്ന ദിവസം വരെ ഇതുവഴി വലിയ വാഹനങ്ങൾ കടത്തിവിടില്ല എന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുണ്ട്.